morning devotion. I'm forever yours. Praise God. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആദമിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തെ ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആദമിനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ തന്നെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി അവനെ സൃഷ്ടിച്ചു. എന്നാൽ പാപം ചെയ്തപ്പോൾ തേജസ് നഷ്ടപ്പെടുത്തി. എന്നാൽ യേശുവിനെ കുറിച്ച് കാണുന്നത് യേശു മഹത്വവും തേജസ്സും അണിഞ്ഞവനായി കാണും. ആദാം തേജസ് ധരിച്ചവനായിരുന്നു. എന്നാൽ യേശുവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തേജസ്കരിക്കപ്പെട്ട യേശു. തേജസ് ധരിച്ചിരുന്ന ഒന്നാമത്തെ ആദാം തേജസ്കരിക്കപ്പെട്ടവനായ ഒടുക്കത്തെ ആദാം. ഇന്ന് നിങ്ങളും ഞാനും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ തേജസ് ധരിച്ചിരുന്ന ആദാമിനെ പോലെ അല്ല, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ. തേജസ് ധരിച്ചിരുന്ന ആദാമിനെ കണ്ടാൽ പുറമെ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ മഹത്വം ധരിച്ചവൻ, എന്നാൽ ഉള്ളിൽ അവൻ ബലഹീനനായിരുന്നു. വെളിപ്പാടില്ല, പുത്രത്വത്തിന്റെ അധികാരം തിരിച്ചറിയുന്നു. പക്ഷെ യേശുവിനെ കണ്ടാൽ പുറമെ കണ്ടാൽ മനുഷ്യപുത്രൻ, എന്നാൽ അകത്ത് ദൈവത്തിന്റെ സർവ്വ അധികാരവും ചോന്നവൻ, ദൈവപുത്രൻ, ദൈവമായിരുന്നവൻ. ഇവിടെ നിങ്ങൾ മറക്കരുത്, കർത്താവ് മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. തേജസ്കരിക്കാൻ പോലെ തേജസ്കരിച്ചിരിക്കുന്നു. നിങ്ങളും ഞാനും തേജസ് ധരിച്ച ഒന്നാമത്തെ ആദാമിന്റെ പട്ടികയിലല്ല, ആ ഒന്നാമത്തെ ആദാമിന്റെ ഗണത്തിലല്ല, ഒടുക്കത്തെ ആദാമിന്റെ തേജസ്കരിക്കപ്പെട്ട നിലയിലാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? തേജസ് ധരിച്ചിരുന്ന ആദാമിന് അവൻ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല. എന്നാൽ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണുമ്പോൾ ക്രൂശ് മരണം, പുനരുത്ഥാനം എല്ലാം സംഭവിച്ചു. പക്ഷെ അവൻ പറയുമ്പോൾ പ്രകൃതി പോലും നിശ്ചലമാകാൻ തുടങ്ങി, ഭൂതം ഓടി മാറാൻ തുടങ്ങി, രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. എന്തിനാ? അവന്റെ വാക്കിന് മുമ്പിൽ മരണം പോലും കീഴ്പ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തേജസ് ധരിച്ചവരല്ല, തേജസ്കരിക്കപ്പെട്ടവർ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇടപെടുന്ന സകല മേഖലയിൽ അവൻ തേജസ് ധരിച്ച ആദാമിന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല. നിങ്ങൾ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പാരമ്പര്യത്തിലാണുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാം. God bless you. Amen.